ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ വളരെ കാലത്തിന് ശേഷം ഞാനൊരു വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിപാടീൻ്റെയൊക്കെ ഒന്ന് രണ്ട് തിരക്കിലായി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടവും, പിന്നെ വീട്ടിലും ചെറിയൊരു മെഡിക്കൽ എമർജൻസി സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് ഉള്ളൊരു ഓട്ടത്തിലായിരുന്നു മൊത്തത്തിൽ. ചെറിയ ചെറിയ ലൈഫ് അപ്ഡേറ്റ്സ് പറയാനാണെങ്കിൽ ചെറിയ ലൈഫ് അപ്ഡേറ്റ്സ് പറയാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ വീട് കാണുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലമാണ് നിങ്ങൾക്ക്. ഇത് ട്രിവാൻഡ്രത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷിബിമോൾ കെ ജിയുടെ വീടാണിത്. ഞാനിപ്പോൾ ഇന്നൊരു ആവശ്യത്തിന് ആയിട്ട് പിന്നെ ഷിബിമോൾക്കൊരു ബോധമില്ല. എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഷിബീനെ. വരാം. അപ്പോൾ യൂട്യൂബിൽ തുറക്കാൻ പറ്റാത്ത അപ്പോൾ എൻ്റെ സ്റ്റോറീസൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷിബി ആരാണെന്ന് മനസ്സിലാവും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ചെറുതിലേ മുതലേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഇപ്പോഴും ഒരുമിച്ചാണ്. കല്യാണം കഴിച്ചിട്ടും ഒരുമിച്ചാണ്. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻ്റെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കറൻ്റ്ലി ട്രിവാൻഡ്രത്താണുള്ളത്. ട്രിവാൻഡ്രത്ത് എത്താനുള്ള റീസൺ എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. 1 മിനിറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ വന്നതാണ്. സോ കറൻ്റ്ലി ലൈഫ് അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പാപ്പയ്ക്ക്, എൻ്റെ ഫാദറിന് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ നമ്മൾ കൊച്ചിയിലായിരുന്നു. കാരണം ആളെ അവിടെ കൊണ്ടുപോയി കാണിക്കാനും ഡോക്ടറെ കാണിക്കാനും ഒക്കെ കുറച്ച് സീരിയസ് സിറ്റുവേഷൻ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളത്തായി പോയി 2 ആഴ്ച. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അവിടെ നിന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ടൊക്കെ വന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറൊരു എമർജൻസി വരുന്നത്, അനദർ ബിഗ് എമർജൻസി. ആ എമർജൻസിയൊക്കെ എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. മേ ബി തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ദുബായിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ നിന്ന നിപ്പിൽ ഒന്നും നോക്കിയില്ല. ഇന്നലെ നിന്ന നിപ്പിൽ വിസയും ടിക്കറ്റൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ ഓൺ ദ വേ പറയാം. മീൻവൈൽ വിത്ത് മൈ ഫ്രണ്ട് ഷിബിമോൾ, ഫസ്റ്റ് ടൈം ഇൻ മൈ വ്ളോഗ്. ഷിബിയായിട്ട് വ്ളോഗ് ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു, നടക്കുന്നില്ല. ബേസിക്കലി ഷിബിമോൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഷിബിമോൾ ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടറാണ് അല്ലേ. രാവിലെ പണിക്ക് റെഡിയാവാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എനിക്ക് താഴെ വരെ പോയി തിരിച്ചു വരാൻ നമ്മളൊക്കെ അൺഹെൽത്തിയാണ്. അപ്പോൾ എന്തെങ്കിലും KG ഞാൻ പറയാൻ വന്നത്, KGയെ പറ്റി പുകഴ്ത്താനാണെങ്കിൽ കുറേ ഉണ്ട്. കാരണം ഷിബിമോൾ TV-യിലൊക്കെ നിങ്ങൾ ഇന്ത്യ ടുഡേ ചാനൽ ഇട്ട് നോക്കിയാലേ കാണാൻ പറ്റും. മാതൃഭൂമിയും റിപ്പോർട്ടറൊന്നും ഇട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇന്ത്യ ടുഡേ തന്നെ ഇടണം. ഇന്ത്യ ടുഡേയിൽ ഇട്ടാൽ അവിടെ ഇങ്ങനെ തെങ്ങുകൊലയുടെ അടിയിൽ താഴെ നിന്ന് ലൈവ് കൊടുക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയാണ് അതെ ഫുൾ കേരള റെപ്രസെൻ്റ് ചെയ്യാൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ അങ്ങോളം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ തെങ്ങുമൂട്ടിലും പോയി നിന്ന് ലൈവ് കൊടുക്കേണ്ട ആളാണ്. അപ്പോൾ എല്ലാ തെങ്ങിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഷിബിയാണ് കേരളത്തിലെ. ജസ്റ്റിസ് ഫോർ തെങ്ങ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യ ടുഡേ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൈ ഫ്രണ്ട്സ് ആർ ഓൾ ബിഗ് ഗഡീസ്. എൻ്റെ 2-3 ഇൻ്റർവ്യൂ ഒക്കെ ഇന്ത്യ ടുഡേയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. വേറെ ആരും എൻ്റെ ഇൻ്റർവ്യൂ എടുത്തില്ലെങ്കിലും ഇന്ത്യ ടുഡേയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെറിയ വിശേഷം. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ട് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് എത്തി. ട്രിവാൻഡ്രത്തുനിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോകാൻ പോവാണ്. എപ്പോഴും നിന്നോട് തന്നെയല്ലേ.
ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിലും കൂടുതൽ ഇവളുടെ വീട്ടിലാണ് നിൽക്കുക. എൻ്റെ നാട് ട്രിവാൻഡ്രം അല്ല, നമ്മൾ രണ്ടുപേരും കൊല്ലമാണ്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ വീടെടുത്ത് നിൽക്കുകയാണ്. ഇവിടെ ഓഫീസ് ഇവിടെ ആയതുകൊണ്ട് അപ്പം വീക്കെൻഡ്സ് നമ്മൾ രണ്ടാളും നാട്ടിൽ ചെല്ലും. നാട്ടിൽ പോകുമ്പം വീൽ ബി ടുഗെദർ അങ്ങനെ. യാ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി ഇറങ്ങാൻ ലേറ്റായി. ഞാനിപ്പം വളരെ എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് വീഡിയോ എടുക്കണത്. ഇനി അവിടെ ചെല്ലുമ്പോൾ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കാരണം വളരെ ഒരു നിപ്പിൽ പോകുന്നതുകൊണ്ട് ബാക്കി എന്തുകൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്, എന്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നു എന്നൊക്കെ ഉള്ളത് എല്ലാം ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം, പറഞ്ഞും തരാം. അപ്പോൾ മേ ബി ചിലപ്പോൾ തമ്മിൽ കാണുമ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും എനിക്കും അറിയില്ല എന്താ പറ്റിയെന്നുള്ളത്. ചെന്നാലേ അറിയാൻ പറ്റും. ടഫ് ബ്രേക്ക്ഫാസ്റ്റ്. കൊള്ളാല്ലേ? എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ രാവിലെ കഴിക്കാൻ ഇഷ്ടം. എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പം, ഇഡ്ഡലി, ദോശ, ഇന്ത്യൻ. ബട്ടറാ? നിനക്കില്ല? ഉണ്ടല്ലോ, തരാം, എടുത്തോ. എനിക്ക് രാവിലെ കഴിക്കാൻ എപ്പോഴും സോസേജും എഗ്ഗ് അങ്ങനത്തെ സാധനം. സത്യം എനിക്കതാ ഇഷ്ടം. എനിക്ക് ഇഡ്ഡലി, പുട്ട്, സാമ്പാറൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്നല്ല, കഴിക്കും. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ്. എനിക്കിഷ്ടം ഇതൊക്കെ, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം പറ്റാ ഇഡ്ഡലി, അപ്പം, സ്റ്റൂ. ബൈ, ശരി. താമസിച്ചു. പെട്ടെന്ന് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ശരി കേട്ടോ. ഇനി ഞാൻ ഒന്നും എടുക്കാനില്ലല്ലോ? ഒന്നുമില്ല. ഞാൻ എയർപോർട്ട് എത്തിയതേ ഉള്ളൂ. ഇവിടെ വെയിറ്റ് ചെയ്യുമോ ഷാനി വരാൻ. ഹായ് ഗൈസ്. ഇതുപോലെ അങ്ങനെ താണ്ടി ഞാൻ അബുദാബി എയർപോർട്ടിലെത്തി. ഞാൻ അബുദാബിയിലാണ് ഇറങ്ങിയത്. എൻ്റെ ഫ്രണ്ട്, ഐ തിങ്ക് എൻ്റെ മുന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഫ്രണ്ട് ഷാനി ഓളിവിടെ ഉണ്ട് അബുദാബിയിൽ. അപ്പോൾ അജുവിന് എന്നെ പിക്ക് ചെയ്യാൻ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ദുബായിൽ. അപ്പോൾ ഞാൻ ദുബായിൽ ഇറങ്ങിയാൽ പോകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് അബുദാബിക്ക് എടുത്തത്. പിന്നെ എവിടെ ഇറങ്ങിയാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതാണ് എനിക്കെപ്പോഴും ഒരു ഇതാട്ടോ. എനിക്കെപ്പോഴും ഐ എം വെരി താങ്ക്ഫുൾ. അതായത് ഏതൊരു സ്ഥലത്തിറങ്ങിയാലും ആരെങ്കിലും ഹെൽപ്പിന് മോസ്റ്റ്ലി ഉണ്ടാവലുണ്ട്. ഓള് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ട് വരാണ് എന്നെ പിക്ക് ചെയ്തിട്ട് അബുദാബിയിൽ നിന്ന് ദുബായിൽ കൊണ്ടാക്കി തരും എന്നെ. അപ്പോൾ ബാക്കി എന്താണ് ഞാൻ വന്നത്, എന്തിനാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്നത്, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരു നവംബർ ലാസ്റ്റിലേക്ക് ഇങ്ങോട്ടേക്ക് വരണം. കാരണം ഇവിടെ നാഷണൽ ഡേ ആണല്ലോ. നാഷണൽ ഡേയുടെ ഹോളിഡേ ഉള്ളപ്പോൾ അജുവിന് ഇയർലി ഇതേപോലെ അടുപ്പിച്ച് 2-3 ഹോളിഡേ കിട്ടുന്ന നാഷണൽ ഡേക്കാണ്. അപ്പോൾ നമ്മളിന്ന് ആ ഒരു ടൈമിക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉള്ളൊരു പ്ലാനിലായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നടന്നില്ല. പിന്നെ ഒക്കെ ക്യാൻസൽ ചെയ്തിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു എമർജൻസി സിറ്റുവേഷൻ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഓടി ഇങ്ങ് കയറി പോയിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാനിങ്ങനെ വലിയ ബിൽഡപ്പൊന്നും തരാമല്ലോ കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കഴിഞ്ഞൊരാഴ്ച കുറച്ച് ഐസൊലേറ്റഡ് ആയിരുന്നു. ഐസൊലേറ്റഡ് ഇൻ ദ സെൻസ് വീഡിയോയും ഞാൻ മറന്നു തന്നെ പോയി യൂട്യൂബ് ചാനലിലെ കാര്യം. അപ്പോൾ ഈവൻ പരിപാടിക്കൊക്കെ പ്രോഗ്രാമിനൊക്കെ പോയപ്പോഴായാലും വ്ളോഗിൻ്റെ കാര്യമൊന്നും അങ്ങനെ ഓർക്കണതേ ഇല്ല. അപ്പോൾ ഇനി കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് വ്ളോഗ് എവിടെ, ഹനാൻ്റെ വ്ളോഗ് കാണുന്നില്ല. ഹനാനെ നിങ്ങളിങ്ങനെ പറയരുത് കേട്ടോ. അതായത് എന്ന് വെച്ചാൽ ഓൻ അത്രയും തിരക്കുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റാത്തത്. അല്ലാണ്ട് വ്ളോഗ് എടുക്കാൻ എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ ഓൻ ഉറപ്പായിട്ടും എടുക്കും. അത്രയും
അത്രയും നിവർത്തിയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന. അപ്പോൾ അവൻ്റെ സിറ്റുവേഷൻ അതായതുകൊണ്ടാണ് എടുക്കാത്തത്. എല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിലും വരെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ വ്ളോഗ് ഇടാത്ത, ചെങ്ങായി മറന്നുപോയോ നമ്മളെന്താർക്കും എനിക്ക് ഓർമ്മയില്ലേ, നമ്മളെ വേണ്ടേ എന്നൊക്കെ. ഒരിക്കലും അല്ല. നിങ്ങളതൊന്ന് മനസ്സിലാക്കിയാൽ മതി, ഒരു തിരക്കും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണെന്നുള്ളത്. നമ്മൾ ഈ വ്ളോഗ് എടുക്കാൻ ഇങ്ങനെയൊക്കെ പോകുമ്പില്ലേ, വ്ളോഗ് എടുക്കാൻ നമുക്ക് ഇങ്ങനെ സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു ചിൽ ടൈം കിട്ടണം. അല്ലാണ്ട് നമ്മൾ തിരക്കിൻ്റെ ഇടയ്ക്ക് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനി കുറച്ചൊന്ന് എനിക്ക് ഈ ഒരാഴ്ച കുറച്ച് ആക്റ്റീവായിട്ട് വ്ളോഗ് ഇടണം എന്നുണ്ട്. എൻ്റെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് പണ്ട് കുറച്ചാൾ മുന്നേ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ട്രാക്ഷൻ വിട്ടുപോയോ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നി. എങ്കിലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു പിടിക്കാം. വേഗം ഇറങ്ങിയിട്ട് ടാക്സി മാത്രം ഞാനാ ബസ്സിലോ അല്ലേ, ഞാനൊരു ചാൻസും ഇല്ല. ഇതിലാണോ ഇവിടെ വ്ളോഗിങ് ഒക്കെ? ഇതിലാണ് വ്ളോഗിങ് അപ്ലോഡ് ചെയ്യുന്നൊക്കെ ഇതിലാണ്. സോറി ആ സൈഡ്. നോക്കിയിരിക്കുവായിരുന്നു അച്ഛൻ്റെ കാൽ. വികലാംഗനെ കാണാനാണ് നമ്മൾ നാട്ടിൽ നിന്ന് പറന്നു വന്നത്. എണീറ്റ് നടക്കാനൊക്കെ പറ്റുമോ? ഇതിന് അസുഖമൊന്നും ഇല്ലട്ടോ. വേദന കുറെ കുറഞ്ഞു, സീനൊന്നും ഇല്ല. പക്ഷെ അയാൾ എന്തായാലും എന്നോട് പറഞ്ഞ 3-4 ദിവസം ഇതിട്ടിട്ട് വന്നതാ. ഒരിക്കലും അസുഖം വരില്ല എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണിത്. എടാ എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ട്. ചെയ്യണ്ടോ പണി കിട്ടും. കളിയാക്ക ഞാനിതില് പഠിക്കുക സാധനം. സൂമിൻ റൈറ്റ് സൈഡിലോട്ട്. ഓ കൊള്ളാം ഇഷ്ടപ്പെട്ടു. വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. വലിയ കുഴപ്പമൊന്നുമില്ല ടു ബി ഓണസ്റ്റ്. എനിക്ക് സംബന്ധിച്ചാല് മുന്നേ ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടായി. ഇല്ല, നീരൊക്കെ പോയി, 0 നീര്. എനിക്കിപ്പോ ജോയിന്റ് ചെറുതായിട്ട് ഇങ്ങനെ ആക്കുമ്പോ ചെറുതായിട്ടുള്ളൊരു ഡിസ്കംഫർട്ട് ഉണ്ട്, അത്ര. നമുക്ക് റൂം ടൂർ ചെയ്യാം ഗൈസ്. നീ എന്റെ ഫോൺ നിർത്തരുത്. നല്ല ഫോട്ടോസ് എടുക്കാം ഇതില്, നല്ല ക്ലാരിറ്റി ഉണ്ട്. കൊള്ളാം. നീ വർത്താനം പറയട്ടെ. ഞാൻ എന്താ ഫുഡ് ഓർഡർ ചെയ്യാം സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നാട്ടിൽ നിന്ന് ഞാൻ കുറ്റിയും കെട്ടിപ്പറക്കി എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന്. വന്നത് ശുശ്രൂഷയ്ക്കായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഞാനിവിടെ ദുബായിക്ക് ഇറങ്ങാനാണ് വന്നത്. ശുശ്രൂഷ എന്ന പേര് കണ്ടിട്ട് വലിയ പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. എന്നാലും നമുക്ക് എല്ലാവർക്കും അജുവിന് വേണ്ടി ഒരു നിമിഷം നിന്റെ പണി എന്താ? ഇവളെ ഞാൻ വിളിച്ചു കൊണ്ടത് എന്താ അറിയോ? നാളെ മുതൽ രാവിലെ ഞാൻ കാല് നീട്ടിയിരിക്കും. എനിക്ക് കുറച്ച് പണിയുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് ഇവളിങ്ങനെ നമുക്കും
കാണാനുള്ള നാളത്തിട്ട് ഞാൻ പറയുന്ന പോലെ അനുസരിച്ച് ഇവിടെ കിടന്നു. പണ്ടത്തെ പോലെ ആരോഗ്യമില്ല ആളല്ല നീന്ന് ഞാൻ പറയുന്ന പോലെ കേട്ടോ. ആരോഗ്യമില്ല, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ അപ്പുറത്തെ കാലം അടിച്ചു വിളിച്ചത്. വേദനൊക്കെ പോയി. ഞാൻ എനിക്ക് സംഭവം ചെറുതായിട്ട് ആ സൗണ്ട് കേട്ട്. അപ്പൊ എനിക്കറിയാം നിങ്ങൾ അവിടെ വന്നിട്ട് ദർവാസ പോന്ന് പറഞ്ഞിട്ട് നാളെ അടിപൊളിയാണോ? അടിപൊളി. ഷാനിയൻ ഇവിടെ വാങ്ങുകയാണ്. അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ. വികലാംഗൻ അവിടെ ഇരിക്കൂ. എന്റെ വടി ഇവിടെ. കാർഡ് കീ ഒക്കെ എടുത്തില്ലേ കാറിന്റെ? അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു ഗൈസ്. ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ വ്ളോഗ്. ഇനി എന്താ എടുക്കണ്ടേ? എന്താ പറയാനുള്ളത് അജുക്കാക്ക്? ഒന്നും പറയില്ല. അവരോട് നാളെ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ എന്റെ കാല് തടയിങ്ങിരിക്കുക. അറിയാനല്ലേ ഞാൻ പറയുന്നതൊക്കെ കേട്ട് അച്ചടക്കത്തോടു കൂടി ഒരു 6-7 ദിവസം അടങ്ങി ഒതുങ്ങി കിടക്കുക. കണ്ടോ നീ ക്ഷീണിച്ച് കോലമായിണ്ട്, വേറെ പകുതിയായിണ്ട്. ഇനി പുഷ്ടിപ്പെടുത്തി എടുക്കണം 5 ദിവസത്തിൽ. അടിച്ച് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കണം. അപ്പം എന്നാ പോയി കിടന്നോളൂ. ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ഇട്ടെ. ബൈ ഗൈസ്. ഞാൻ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നാട്ടിൽ നിന്ന് എന്തിനാണ് ഞാൻ ദുബായി പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വന്നതാ. വലിയ സീനൊന്നുമില്ല. പക്ഷെ ഇന്നലെ മെനിങ്ങാന്നൊക്കെ നല്ല സീനായിരുന്നു കേട്ടോ. ബേസിക്കലി ഇതെന്താ സംഭവം പറ്റിയെന്ന് പറഞ്ഞു കൊടുക്കി. അല്ല പ്രത്യേകിച്ചൊന്നും പറ്റിയൊന്നല്ല. ജസ്റ്റ് സഡൻലി ഒരു ഇൻഫ്ലമേഷൻ വന്നു കാലിനും. അതിനുശേഷം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അത്ര ഒന്ന് മാറും. ഞാനൊന്ന് കാലെടുക്കുന്ന ഷുഗർ. അപ്പൊ പെട്ടെന്ന് ഒരു ഇൻഫ്ലമേഷൻ വന്നു. അപ്പോൾ അതിനുശേഷം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഡോക്ടറെ കാണിച്ചു. എക്സ്റേ എടുത്തു, MRI എടുത്തു. MRI എടുത്തില്ല. എന്നോട് റെസ്റ്റ് ചെയ്തിട്ട് ശരിയായിട്ടില്ലെങ്കിൽ എടുക്കാൻ പറഞ്ഞു. അപ്പം 4-5 ദിവസം ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പിന്നെ നാട്ടിൽ നിന്ന് ആരെയും വിളിച്ചോണ്ട് വന്നിട്ട് എല്ലാ ദിവസവും കാലിങ്ങനെ അമുക്കിപ്പിക്കണമെന്നും പറഞ്ഞു. ഞാൻ ആലോചിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. ഇത് ചെറിയൊരു വ്ളോഗാണ് വിശേഷം. അപ്പോൾ ഇന്നത്തെ വിശേഷം അജുവിന്റെ കാലൊടിഞ്ഞു. ഇന്നത്തെ വിശേഷം അജുവിന് എന്ത് പറ്റി, അജുവിന്റെ കാലിന് എന്ത് പറ്റി, അതാണ് എൻ്റെ ടൈറ്റിൽ ഇന്നത്തെ. അതൊന്നുമല്ല, കുറേ നാളായി വ്ളോഗ് എടുത്തിട്ട്. അപ്പം ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ ഫ്രീ ആയിട്ട് വ്ളോഗ് എടുക്കുന്നത്. എന്റെ കാലൊടിഞ്ഞു നല്ല കണ്ടന്റ്. അതൊന്നല്ല, തൻ്റെ വിവരങ്ങളൊക്കെ അജുക്കാൻ്റെ വിവരങ്ങളൊക്കെ അറിയിക്കണ്ടേ ഫാൻസിനെ. അജുക്കാക്ക് എന്ത് പറ്റി? അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ വ്ളോഗ് എടുത്താണ്. വീട്ടിലായിരിക്കുമ്പോൾ, നാട്ടിലാവുമ്പോൾ ഞാൻ വ്ളോഗ് അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, ബാക്കി കൂടുതൽ വ്ളോഗുകൾ ഒക്കെ വരും ദിവസങ്ങളിൽ പറ്റിയാൽ എടുക്കാം. പിന്നെ അജുക്ക എന്തായാലും വർക്ക് ഫ്രം ഹോം എടുത്ത് വീട്ടിൽ ഇരിക്കുന്നതിനാൽ എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പം നമ്മൾ അല്ല, എന്തെങ്കിലും ചലഞ്ചോ ഇരുന്നിട്ടുള്ള ചെയ്യാനുള്ള പരിപാടികളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാമല്ലോ, വെറുതെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ വരാം. Until then, thank you so much for watching. See you all in my next vlog.